അമ്പളിക്കുട്ടൻ ആരെങ്കിലും കണ്ട? അമ്പളിക്കുട്ടനാ? അതിനെ കാണാതിരിക്കാനാണ് നല്ലത്. ഒരാഴ്ചയായിട്ട് ഇതും കെട്ടിച്ചോണ്ട് നിൽക്കുകയാണ്. കരോളിന് പോണോന്ന് പറഞ്ഞിട്ട് അവനെ കാണാനില്ല. അമ്പളിക്കുട്ടാ, ഹലോ, ആർക്കെ ഡെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? അതെ, ഫ്രണ്ടിലത്തെ വരിയിൽ ഒരു 7 പല്ല് വയ്ക്കുന്നതിന് എത്ര രൂപയാവും? ഹോൾഡ് ചെയ്യാൻ നോക്കിട്ട് പറഞ്ഞാ. ആർക്കടാ ഫ്രണ്ടില് പല്ല്? എനിക്കാണ്. നിനക്കാ? നിനക്ക് വല്ലൊന്നും പോയിട്ടില്ലല്ലോ. അല്ലെന്ന് ഇന്ന് രാത്രി ലേഡീസ് ഹോസ്റ്റലിൽ അവിടെ ഞാൻ നിന്ന്. അപ്പൊ ഒരു വനിതാ പോലീസ് ചോദിക്കണം, എന്താ അവിടെ നിൽക്കുന്നത്? ഇടി വേണോടാന്ന്. നീ എന്ത് പറഞ്ഞു? നമ്മൾ ഇടി വേണ്ട, ഒരു ഉമ്മ എന്നാ മതിയെന്ന്. അങ്ങോട്ട് എല്ലാം പറഞ്ഞേക്കുവാ. ഒരു കാര്യം 32 പല്ലും പറ. കയ്യിൽ നിൽക്കൂലേ? ഇല്ല. അതെ, കുറച്ച് പല്ല് കൂടുതൽ വേണ്ടി വരും കേട്ടോ. നിങ്ങൾ കണക്കൂട്ടി വെച്ചാൽ ഞാൻ വിളിക്കാം. എന്തോന്നടാ കഷ്ടം. ഞാൻ രാവിലെ മുതലേ കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കളിയാക്കുന്നു. ഞാൻ ഡിപ്രഷൻ അടിച്ച് നിൽക്കുകയാണ്. ഡിപ്രഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരു ബഗ് എനിക്കൂടെ ഒഴിയണ്ണ. എന്തെന്ന് ഇപ്പൊ പറഞ്ഞ ഡിപ്രഷനാ? എന്താണെന്ന് മനസ്സിലായ? വിദേശ മന്തിയല്ലേ? നീ എവിടെയാണ് പോയിരുന്നത്? എവിടെ തെണ്ടിത്തിരിയാൻ പോയിരുന്നടാ? തെണ്ടിത്തിരിയാൻ പോയാ അണ്ണാ? ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിന്റെ പ്രൊഡ്യൂസർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മഞ്ഞൊക്കെ വേണോന്ന് പറഞ്ഞു. മഞ്ഞ്? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞൊന്നും വേണ്ട, ഒറിജിനൽ മഞ്ഞ് തന്നെ കൊണ്ടുവരാന്ന്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് ജമ്മു കാശ്മീരിൽ പോയി. മഞ്ഞുണ്ടാക്കാനാ? എന്നിട്ട് ചാക്കിൽ മഞ്ഞൊക്കെ വാരി നമ്മളെ ഈ പെട്ടിയൊക്കെ വയ്ക്കത്തില്ലേ ട്രെയിനിന്റെ മേളിൽ, അവിടെ ഇങ്ങനെ വെച്ചിരുന്നു ഒറിജിനൽ മഞ്ഞ്. എന്നിട്ട് യാത്രക്കാരുടെ മേലിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചെന്ന് പറഞ്ഞപ്പോ കേസ് ഡൽഹിയിൽ നടക്കുക. ഡൽഹിയിലൊക്കെ പോകുന്നുണ്ടോ? ഡൽഹിക്ക് പോകുന്നുണ്ടോ, ഉരുളക്കിഴങ്ങ് ഉരുളുന്നുണ്ടോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കേസുണ്ട്. ഞാൻ ചോദിച്ചു എന്നെ വേണം അടിക്കാൻ വേണ്ടി. അതല്ല, ഞാൻ വന്നപ്പോ മുതൽ ഇവിടെ വല്ലാത്തൊരു സെറ്റപ്പ് തന്നെ. ഇന്ന് എന്നെ കരോള് പോണത്. ഇന്നെ പോകും. ഇതാരാണ് ഈ വണ്ടി കയറി ഓടുന്നത്? ഗ്രൂമർ രതീഷ് കല്ലറ. ഈ സ്കിറ്റിന്റെ റിഹേഴ്സലേക്ക് ഒളിച്ചിരിക്കുക നോക്കാൻ വേണ്ടി പോകുന്നതാ സാറേ. അതിനായിരുന്ന വേറൊരു കാര്യമുണ്ട്. കൃത്യസമയത്ത് വൈകുന്നേരം ചേച്ചിക്ക് ഒരു കട്ടൻ ചായ പതിവാണ്. ഞാൻ കൊടുത്തു ബ്ലാക്ക് ടീ. അയ്യോ, ഞാൻ ബ്ലാക്ക് ടീ കൊടുത്തു ചേച്ചിക്ക്. അതിന്റെ കൂടെ എന്തെങ്കിലും കൊടുത്തായിരുന്നു? കൊടുത്തല്ലോ. ഇതൊന്നും കൊടുത്തു? കപ്പ് സോസറും. അതെന്തിന്? അത് കൊടുക്കണ്ടേ? പിന്നെ ഇത്തിരി നാരങ്ങ അച്ചാറും കൂടെ കൊടുക്കാത്തത്. അതിന് മുക്കി തിന്നട്ടായിരുന്നല്ല. ആഹാരം എന്തെങ്കിലും കൊടുക്കാനല്ലടാ പറഞ്ഞത്. അതെങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം മാത്രം അവൻ നോക്കുള്ളൂ. അവൻ ആഹാരം കഴിക്കണം എപ്പോഴും. അതിനൊരു കാര്യമുണ്ടെന്ന്. ഞാൻ ഇന്നലെ ഒരു വക കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ ഞാനും എന്റെ അമ്മയും കൂടെ വഴക്കുകൂടി. എന്നിട്ട് ഞാൻ ഒന്നും കഴിക്കാതാണ് കിടന്നത്. രാത്രി ആയപ്പോ വയറും ഇങ്ങനെ കാലിയായിട്ട് വിളിയോട് വിളി. വയറ്റിൽ ആഹാരം ഇല്ലെങ്കിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതല്ലെന്ന്, അമ്മ ചോറുണ്ടാമെന്ന് കിടന്ന് വിളിയോട് വിളിയെന്ന്. എന്നിട്ട് നീ ചോറ് കഴിച്ചാ? എന്നിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഞാൻ ആലോചിക്കുന്ന നിന്റെ അനിയനോടെ കൊണ്ടുവന്ന മതിയായിരുന്നു. അവനെ കൊണ്ടുവന്ന് നോക്കൂല. അവനെ അമ്മ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയ? ഇല്ല, അവൻ ഇവിടെ കൊണ്ടുവന്ന ഞാൻ ശരിയാവത്തില്ല. അത് അതെന്ത് പറ്റിയ കാര്യം? അവന് ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ട്. നിനക്ക് പിന്നെ പല്ലുവേദനയാണ്. അതല്ല, എനിക്ക് പനിയും ജലദോഷമോ. പല്ലുവേദനല്ല. അങ്ങനെ പനിയും ജലദോഷം വരാതിരിക്കും? ഈ നാട് മൊത്തം തെണ്ടി കിടക്കല്ലേ? ആര് തെണ്ടി കിടന്ന്? നീ അല്ലടാ. പറയരുത്. തെണ്ടി കിടന്നല്ലേ. ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയല്ലേ. വോട്ട് പിടിക്കാനാ? നീ എന്തിനാ അവരെ കൂടെ പോയി? അണ്ണൻ കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ഞാനാണ്. ഇത്രയും ഗതികെട്ട പഞ്ചായത്ത് വേറൊരിടത്തും കാണത്തില്ല. ഞാൻ ജയിച്ച ആ പഞ്ചായത്ത് ആ ഭൂപടത്തിന്റെ അങ്ങുമായി. അതൊന്നും പറയണ്ട. അങ്ങനെ മഴ നനഞ്ഞാണ്. മഴ നനഞ്ഞ കൊടയും മുടക്കി ഇങ്ങനെ കഷ്ടത്ത് വെച്ചിട്ട് ഞാൻ മഴ നനഞ്ഞോണ്ട് കിടന്നു. എടാ, മഴ വന്നപ്പോ കുട നിവർത്തിയാ പോരായിരുന്ന? അണ്ണ ഇത് എന്തോ പറഞ്ഞിട്ടേ പറയുന്നത്? എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കൊടയാണ്. അയ്യോ, ഞാൻ ഈ കൊടയും നൂത്തുപിടിച്ചോണ്ട് നടന്ന അവന് പ്രൊമോഷൻ ആവത്തില്ലേ? അവൻ ജയിക്കത്തില്ലേ? എന്നിട്ട് ഞാൻ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, വിരലില് പനിയാന്ന് പറഞ്ഞു. വിരലില് പനി? അതെന്തോന്ന് പനി? എഴുതി തന്നായിരുന്നു, വിരൽ ഫീവർ. വൈറൽ ഫീവർ. ഗുളിയെല്ലാം വാങ്ങിച്ച് കഴിക്കടാ. ഗുളിയുണ്ട്. അല്ല, വീട്ടിൽ പോയിട്ടേ കഴിക്കാൻ പറ്റൂ. ഈ ഗുളിയുടെ 2 സൈഡും കട്ട് ചെയ്തിട്ടേ കഴിക്കാൻ പറ്റൂ. അതെന്തിനാ ഗുളിയുടെ 2 സൈഡും കട്ട് ചെയ്യണത്? ഇല്ലെങ്കിൽ സൈഡ് എഫക്ട് വരും. ഞാൻ ചോദിക്കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണ്. എനിക്ക് ഭയങ്കര സങ്കടം. നീ എല്ലാരും മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇതൊക്കെ കെട്ടിയിരിക്കുന്നത്. അണ്ണൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. അണ്ണൻ ഇതൊക്കെ കെട്ടിയിരിക്കുമ്പോൾ ഷാരൂഖ് ഖാന്റെ ഒരു ഫിഗർ ഉണ്ട്. Highlighting the year end. ഡിജിറ്റൽ ലോകം ഒന്നാകെ ഒരു വേദിയിൽ ഒരുമിക്കുന്ന നിമിഷം. അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക്. എനിക്ക് ഷാരൂഖ് ഖാന്റെ ഫിഗർ ഒന്നും നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എനിക്കറിയാം നീ എന്നെ കളിയാക്കുകയാണെന്ന്. നീ ഷാരൂഖ് ഖാന്റെ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ഷാരൂഖ് ഒരു കിടിലൻ പടം ഉണ്ടായിരുന്നില്ലേ, പത്താൻ? ഈ ഇടയ്ക്ക് ഇറങ്ങിയത് ഞാൻ അതിന് പോയി. പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അത് ശരി. ഓ, പക്ഷെ കിടിലൻ പടം കേട്ടോ. പടം കാണാതെ എങ്ങനെയാ കിടിലൻ പടം എന്ന് പറയണത്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. എനിക്ക് 10-ന് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സൂര്യയുടെ 5ാം സിനിമ 2 വട്ടം ഇട്ട് കണ്ടു. ഈ 10-ന്റെ 2ാം ഭാഗം ഇറങ്ങുന്നു പറയുന്നത് കേട്ടു. അതേത് പടം? 11. അതിന് ഡയറക്ടർ ആര്? ഏതോ ഒരു ഉണ്ണിത്താൻ. ഓ, അത് ശരി. അതിന്റെ കഥയൊക്കെ പുള്ളി തന്നെ താൻ. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്തോന്ന്? എന്തിന്? പ്രൊഡ്യൂസറെ കണ്ടെത്താൻ. പിന്നെ അതിനകത്ത് കിടിലൊരു വേഷം ഉണ്ട് ചെയ്യുന്ന. ഏത് വേഷോടെ? കപ്പിത്താൻ. നല്ല പ്രാസൊക്കെ. ഞാനും ഒന്നും കൂടെ പറയാം. 500 500
കൊള്ളാം, നല്ല രസമുണ്ട്. അല്ല ബാക്കി പറ. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇല്ല ചെറുക്കയില്ലേ, അതിനകത്തൊക്കെ കയറി പിടിക്കും. പിന്നെ നമ്മളെ സ്കിറ്റ് ചവിട്ടി വലിച്ചോ വയറ്റിലവരെ കൊണ്ടു. നിനക്കും അനുഭവങ്ങൾ ഉണ്ടത്രേ. പിന്നെ ഇവിടെ നിന്ന് പുഴുങ്ങിയവർ അതിലേറെ ഉണ്ടത്രേ. പോട്ടെ, അത് വിളിക്കാം. പിന്നെ ഒരു കാര്യം, കരോളായ പാട്ടൊക്കെ വേണം. കരവളപ്പര വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് പേര് കൂടെ തന്നെ പാടിയിട്ട് പോവാം. സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ല, ക്രിസ്മസ് കരോളായ പാട്ടൊക്കെ വേണമെന്ന്. പാട്ടൊക്കെ ഉണ്ടെന്ന്. നിനക്ക് പാട്ട് വല്ലതും അറിയാമോ? അറിയാമെന്ന എനിക്ക് 20 ദിവസം റൂം എടുത്തെന്ന് 25,000 രൂപ എന്നിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ അനൂപ് സാർ എന്നെ കൊണ്ട് പാട്ട് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വലുതെന്തോ വരാൻ വേണ്ടി ഇരുന്ന്. അത് വിട്, ആ പാട്ടെങ്കിൽ കേക്കട്ടെ. കിടിലം പാട്ടാണ്. 20 ദിവസം നിനക്ക് റൂമിൽ കിടന്ന് എഴുതിയ പാട്ട് കേക്കട്ടെ. സാറ് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് കയറ്റിക്കോണേ. കേട്ടായി എന്താ കാര്യം ഉണ്ടെന്നോ കേട്ടു നോക്കാം. കേക്കാം, നമ്മള് കൂടെ വരണല്ലേ. 1 2 3 4 യേശുവേ യേശുനാഥനേ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ക്രിസ്മസ്. ഇത് പാട്ട് ചെറിയ കല്ലൊക്കെ ഉണ്ട്, നീക്കണം. കേൾക്കുന്നൊരു വാരി എറിഞ്ഞോളൂ. കേൾക്കുന്നൊരു വാരി എറിഞ്ഞോളൂ. ഇതിന്റെ അടുത്ത വരിയുണ്ട്. ആ അടുത്ത വരിയാണ് ഇതിന്റെ ട്രാക്ക് മാറുന്നത്. എന്നാ അതൊന്ന് കേക്കട്ടെ. ട്രാക്ക് മാറുന്നു കേക്കട്ടെ. മാറും. ട്രാക്ക് മാറുമോ? അല്ല, ഇവിടെ എല്ലാരും മാറും. എടാ പരമ കഷ്ടം. പോവാം നമുക്ക്. പിന്നെ വേറെ പ്രശ്നമുണ്ട്. ഇതൊക്കെ എന്താ ഇതാ, അത് നേരത്തെ ചോദിക്കണ്ടേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ അങ്ങ് പുൽക്കൂട്ടി കിടന്നൊരു ഉണ്ണി യേശു എനിക്ക് സമ്മാനം തന്നു. ഏതോ പുൽക്കൂട്ടിന്ന് മോട്ടിച്ചിട്ട് സമ്മാനം തന്നു. എന്താണെന്ന് നിനക്ക് അറിയാമോ? അമ്മളിക്കൂട്ടനെ അങ്ങനെ മണ്ടനാന്ന് നോക്കണ്ട. ഇതെന്താന്നൊക്കെ അറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്നാ പിന്നെ പറയാം, എന്തോന്നാ ഇത് സ്വർണത്തിന്റെ നിറത്തിൽ തിളങ്ങുന്ന സാധനം. പൊടാ എന്റെ കൈവാക്കുന്നത്. എന്നെ എല്ലാരും കളിയാക്കുന്നത്. എനിക്ക് ഇതിനേക്കാളും ചത്താ മതി. സത്യം, ചത്താ മതി. അതൊക്കെ പറയണ്ട. എല്ലാ പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരും എന്നെ കൊല്ലിക്കാൻ. ചത്താ മതിക്ക് പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കരോളില് പോവാം. വേറെ പ്രശ്നമുണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത സാധനങ്ങളാ. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഇവിടെ ഒഴിഞ്ഞൊരു സ്ഥലം വേണം ഇതൊക്കെ വയ്ക്കാൻ. ഇവിടെ ആകെ ഒഴിഞ്ഞ സ്ഥലമുള്ള നിന്റെ തലയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അനും ചിരിക്കുന്നു. വാ പോവാം, വാ. എന്നാ ഇറങ്ങാം. വരുന്നല്ലേ എല്ലാം പോവാം. കരോളില് പോവാം. അല്ല, അത് ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്പിളിക്കുട്ട, ഇതെന്തോന്നാണിത്? ഇത് മറ്റേ കരിയില കരടി. കരിയില കരടി. കരിയില കരടിയാ? എന്നിട്ട് ഇത് കരടിയല്ലല്ലോ, പുലിയല്ലേ? ഞാനാ പുലി. ശരിയാണ്. എന്നാ കരിയില പുലി. ആയിക്കോട്ടെ, ഇതിപ്പോ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസിന് വേണ്ടത് ക്രിസ്മസ് പാപ്പ അല്ലേ? ക്രിസ്മസ് അതെന്തോന്ന്? അപ്പൊ അത് പറഞ്ഞൂടെ? ക്രിസ്മസ് എന്തോന്നാ? അപ്പൊ ഈ ക്രിസ്മസും പൊളിഞ്ഞ്. അല്ല, എനിക്ക് ഓണം മാത്രം അറിയാവോ, അതാണ് ഞാൻ ഇതിനെ ഒരുക്കിക്കൊണ്ട് ഇതിനെ കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞത്. ഇതെങ്ങനെ ശരിയാവും? ക്രിസ്മസ് പാപ്പയല്ലേ വേണ്ട ക്രിസ്മസിന്? ഇനിയിപ്പോ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ കൂടെ കൊണ്ടുപോകൂലേ? എവിടെ ഞങ്ങൾ എന്തൊരു ക്രിസ്മസ് പാപ്പയെ കൊണ്ടുപോകാൻ ഈ കരിയിലേം കൊണ്ടുപോകുന്നു? നാണം കടത്താൻ വേണ്ടി എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്യണത്? അന്ന വിഷമിക്കണ്ട. എന്തായാലും ഇനി ഇപ്പൊ 8 മാസം കഴിഞ്ഞാൽ ഓണം വരുമല്ലോ. അതുകൊണ്ട് അതുവരെ അണ്ണ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? എന്തായാലും പറ്റിയില്ലേ? ഇനിയിപ്പോ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോട്ട്. എങ്ങനെ പൊട്ടെന്ന്? ഇനിയിപ്പോ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോട്ടെന്ന്. ഇങ്ങനല്ല, അണ്ണാ അണ്ണ